എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഇന്ന് ലോക കാർട്ടൂൺ ദിനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ നാൾ മുടങ്ങിക്കിടന്ന ഈ ഒരു കാർട്ടൂൺ ചാനലിനകത്ത് കാർട്ടൂൺ ദിനം പ്രമാണിച്ചൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കാമെന്ന് തോന്നിയത്. അതുതന്നെയല്ല, നമ്മൾ ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് വന്നു. നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ ഈ LDF അമ്പയെ പരാജയപ്പെട്ടു എന്ന് പറയുന്നേക്കാൾ നല്ല ഇരട്ടച്ചങ്കൻ പരാജയപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ സത്യമെന്ന് തോന്നുന്നു. ഇത് ഇരട്ടച്ചങ്കൻ്റെ നേതൃത്വത്തിലാണ് ഈ മറ്റേ LDF എന്ന് പറഞ്ഞ ഒരു വൻമരത്തെ ഈ കടപുഴക്കി എന്നല്ല, വെട്ടി താഴെ ഇട്ടത്. നമ്മുടെ ഇവരുടെ കൂടെ ഒരു ട്രീ കട്ടർ ചാനലുണ്ട്. ഇവരുടെ കൊള്ളൂതിക്കൊണ്ടൊരു ട്രീ കട്ടർ ചാനലുണ്ട്. അപ്പോൾ അവരും ഇവരുടെ കൊള്ളൂതിയ മറ്റ് ചാനലുകാരും ഒക്കെ ഇതിനകത്ത് പങ്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ LDF എന്ന് പറയുന്ന വൻ വൃക്ഷത്തെ വെട്ടി താഴെ ഇട്ട് കഴിഞ്ഞു വളരെ വിജയകരമായിട്ട്. അതേപ്പറ്റി അത് നമുക്കിന്ന് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇന്നൊരു കാർട്ടൂണിന് പറ്റിയ ദിവസമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. നമ്മുടെ ഈ ആളുകളുടെ ഒരു പ്രോത്സാഹനത്തിൻ്റെ മികവ് കൊണ്ടാണ് ഞാൻ ഇതിനകത്തൊന്നും മാറി നിന്നത്. കുറച്ച് നാളായിട്ട് കാർട്ടൂൺ ഈ നമ്മുടെ ചാനലിനകത്ത് കാർട്ടൂണൊന്നും കൊടുക്കാറില്ല. ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയിൽ അങ്ങനെ കാർട്ടൂൺ കൊടുക്കാറില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇന്നൊരു പുതിയ കാർട്ടൂൺ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ കാർട്ടൂണിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമ്മുടെ ഇരട്ടച്ചങ്കനും കൂട്ടുകാരും ചേർന്ന് ഈ വൻമരത്തെ താഴെയിടുന്ന ഈ കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. എന്തുകൊണ്ടും പ്രസക്തമായ, സാമൂഹ്യ പ്രസക്തമായ, രാഷ്ട്രീയ പ്രസക്തമായ, കാലിക പ്രസക്തമായ ഒരു കാർട്ടൂണാണിത്. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം. ഇത് നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഒരു മരമുറിയാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങൾ ഞാൻ ഷർട്ടുമൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഈ മരമെട്ടുകാരൻ്റെ ഒരു വേഷം ആക്കിയതാണ്. ഭയങ്കര പാടുപെട്ടാണ് ഈ ഇദ്ദേഹത്തിനെ വെട്ടിമറിച്ചിട്ടത്. പുള്ളിക്ക് പക്ഷേ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. പുള്ളിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പുള്ളിക്ക് ആവശ്യത്തിന് വേണ്ടതൊക്കെ പുള്ളി ഇത്രയും നാൾ കൊണ്ട് സമ്പാദിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ബേജാറൊന്നുമില്ല. ഇത് നമ്മുടെ ഗോവിന്ദൻ മാഷാണ്. പൊട്ടനാട്ടം കാണുന്ന കണക്ക് പിണറായിയുടെ പിന്നാലെ നടന്ന് എല്ലാത്തിനും ന്യായീകരിച്ച് ഈ പതനത്തിന് നല്ലൊരു പങ്ക് വഹിച്ച ഗോവിന്ദൻ മാഷാണ്. ഇത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ മരംവെട്ടിന്. അയാൾ കൂലിക്കാരനാണ്, ബംഗാളിയാണ്. അപ്പോൾ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വലിയ മരത്തിനെ ഇവർ വെട്ടി താഴെ ഇട്ടു, ഈ നമ്മുടെ ഇരട്ടച്ചങ്കനും കൂട്ടരും ചേർന്നിട്ട്. അപ്പോൾ അതിൻ്റെ
നമ്മുടെ ഈ ലോക കാർട്ടൂൺ ദിനത്തോടനുബന്ധിച്ചാണ് ഈ കാർട്ടൂൺ വരച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ആശംസ നമുക്ക് എഴുതാം. ലോക